നിങ്ങൾ കാണിച്ചോ തെറ്റ്. ഞാൻ പറയട്ടെ, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്? കാരണം നിങ്ങൾ ഈ മദ്യം കൊണ്ട് എന്ത് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്? ഗുണമെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിച്ച് തലയിൽ പെരുപ്പ് കയറും, പിന്നെ ഇങ്ങനെ തുപ്പി കിടക്കാം. അതാണ് ഗുണം. തുപ്പൽ കൊണ്ട് സമൂഹത്തിൽ നിന്നും ദോഷമുണ്ടോ, ഗുണമുണ്ടോ ദോഷമുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പലതിനും പല ടെൻഡൻസിയാണ്. അതായത് മദ്യപാനം ചിലവർ രാവിലെ കഴിക്കുന്നവരുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് 2 പേർ കഴിക്കുന്നവരുണ്ട്, മനസ്സിലായോ? ചിലപ്പോൾ സൂര്യ ഉദിക്കുന്നതിന് പഠിക്കുന്നവരുണ്ട്, ഉദിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരില്ലേ? അതാ ചോദിച്ചത്. ധനപാലൻ, നിങ്ങൾ മദ്യപാനത്തിന്റെ രീതി ശൈലി എങ്ങനെ? ഇതൊന്നുമില്ല, ചിലപ്പോ ഒരു 2.5 ലിറ്റർ ഇതെന്താ ഞാൻ എത്രയോ ധനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി ധനപാല. ഞാൻ പറയാം, ഈ സാധാരണ മദ്യപാന രോഗികളിൽ നിന്ന് പറയുമ്പോൾ വേറെ സംഭവമുണ്ട്. അവരിങ്ങനെ സാധനം എടുക്കും, എടുത്തിട്ട് ഇതൊരു പ്രോത്സാഹനമല്ല, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയല്ല, അവരിങ്ങനെ ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ, അവർ അവിടെ ഓർമ്മിക്കണം. ഇങ്ങനെ ചിലവർ ഇങ്ങനെ ഒഴിക്കും. തെറ്റാണ്. ഇത് പ്രോത്സാഹിപ്പിക്കില്ല. നാളെ എന്താണ് പേര്? രാഹുൽ. നാളെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ സാധനം ഒഴിച്ചിട്ട് വെള്ളം പോലും ഒഴിക്കുന്ന സ്ഥലത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. കാണുന്ന ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചെറു വൈകി എടുത്തിട്ടുണ്ടല്ലേ? ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അടിക്കുന്നത്. അത് ഞാൻ പറയട്ടെ, വെള്ളം ഒഴിക്കണം സ്പീസ് ഉണ്ടോ? അങ്ങനെ അടിക്കരുത്. പിന്നെ ചില ആൾക്കാർ മദ്യപാനം അത് സ്റ്റാൻഡേർഡാ. ചിലര് ഇങ്ങനെ ഈ ഒഴിക്കുന്നത് സ്റ്റാൻഡേർഡാ. അത് കഴിഞ്ഞിട്ട് ചിലവർ ഇത് എടുക്കുന്നുണ്ടോ, അതിനും വെള്ളം ഒഴിക്കില്ല. അങ്ങനെ അടിക്കുന്നതിലോട്ട് അങ്ങനെ അടിക്കാൻ പാടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ സാധനം എടുത്തിട്ട് അടിക്കണം, തിരിച്ചു വെള്ളം ചേർക്കണം, മേടിക്കണം. അതാണ് എൻ്റെ ഒരു ശൈലി. വേണോ? ചില ആൾക്കാരുണ്ട് ഗ്ലാസ് മാറ്റി പുല്ലും വേണ്ടത്, പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് ഡയറക്റ്റ് അമ്മേ കുഞ്ഞമ്മേ ഞാൻ കിടക്കേ. സെറ്റായി നമ്മളോട് നമ്മുടെ തലയിലാവുന്നില്ല ഇതിപ്പോ. എന്താ ഡോക്ടറെ കാണാൻ തോന്നുന്നത്? ഏത് ഡോക്ടർ? ഈ ഡോക്ടർ. ഡോക്ടറെ വാഴുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്നു. പിന്നെ ഇതാര്? ഇത് ഡോക്ടറൊന്നല്ല, ഇയാൾ ഇന്നലെ അഡ്മിറ്റ് ആയ രോഗിയല്ലേ? അച്ഛാ, അപ്പൊ എന്റെ 400 രൂപ പോയി.